നമസ്കാരം. വിളക്കുമരം എന്നീ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അടുത്തയിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഒരമ്മയുമായി പരിചയപ്പെടാനിടയായി. ആ അമ്മയോട് തൻ്റെ മാസം തികയാതെ ജനിച്ച കുഞ്ഞിൻ്റെ പരിചരണത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കുറേയെല്ലാം കേട്ടതിന് ശേഷം, കുറേ അറിവുകൾ സ്വന്തമാക്കിയതിന് ശേഷം ഈ അമ്മ എന്നോട് പറയുകയാണ്, മാഡം, ഇത് 2ാമത്തെ പ്രാവശ്യമാണ് മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് ഞാൻ ജന്മം കൊടുക്കുന്നത്. ആദ്യം ജനിച്ച കുട്ടി 8ാം മാസത്തിലുണ്ടായതാണ്. അവനെ പൊന്നുപോലെ നോക്കി ഇപ്പോൾ അവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അടുത്ത കുട്ടി വീണ്ടും 6ാം മാസത്തിൽ 620 ഗ്രാം തൂക്കവുമായി ജനിച്ചതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ഏകദേശം 2.5 മാസത്തോളമായി ഈ അമ്മയെ ഞാൻ കാണാറുണ്ട്. വളരെ നിശ്ചയദാർഢ്യമുള്ള, മനസാന്നിധ്യമുള്ള, വിൽ പവറുള്ള ഈ അമ്മ എന്നോട് പറയുകയാണ്, സാധാരണ ഈ തീവ്രപരിചരണ വിഭാഗത്തിൽ വരുമ്പോൾ പുതിയ അമ്മമാർ ഒരുപാട് വിഷമിച്ച്, ടെൻഷനടിച്ച്, കരച്ചിലുമായിട്ടാണ് വരാറുള്ളത്. ഞാൻ അവരോടെല്ലാം സംസാരിക്കും. ഞാൻ എൻ്റെ ഫോൺ നമ്പർ അവർക്ക് കൊടുക്കും. അവരെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. എത്ര വിശിഷ്ടമായ ഒരു ഉദാഹരണമാണ്. അനുഭവം ഗുരു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഈ അമ്മയ്ക്ക് പുതിയതായി ഈ ഒരു സാഹചര്യത്തിലേക്ക് വളരെ വിഷമത്തോടെ കാലെടുത്ത് വയ്ക്കുന്ന അമ്മമാർക്ക് എന്തൊരു ധൈര്യവും ബലവുമാണ് പകർന്നു കൊടുക്കാൻ സാധിക്കുക. ഇതേ ഒരു അനുഭവം എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചപ്പോഴും സംഭവിക്കുകയുണ്ടായി. ഒരു ചേച്ചിയുടെ അടുക്കൽ ഞാൻ ചെന്നപ്പോൾ ദിവസങ്ങൾ എണ്ണപ്പെട്ട് ഇനി യാതൊരു ചികിത്സയുമില്ല എന്ന ഒരവസ്ഥയിൽ കഴിയുന്ന ഒരു ചേച്ചിയുമായി 1 മണിക്കൂറോളം സംസാരിച്ചു. കുറേയെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിച്ചൊരു പാട്ടൊക്കെ പാടി എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആശ്വാസമെല്ലാം പകർന്നു കൊടുത്തിട്ട് വരുമ്പോഴാണ് വേറെ എനിക്ക് പരിചയമുള്ള ഒരു ടീച്ചർ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കാനിടയായത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും തമ്മിലൊന്ന് സംസാരിച്ചാൽ, തുല്യ ദുഃഖിതരാണ്, ഒരേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ്, പരസ്പരം ബലം പകരാൻ സാധിക്കും, പരസ്പരം അറിവുകളും പൊടിക്കൈകളും ഒക്കെ പറഞ്ഞു കൊടുക്കാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മകളുടെ ബലം ഒന്ന് വേറെ തന്നെയാണ്. ഏത് സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്, ഏത് പ്രായത്തിലാണ് നാം പെടുന്നത്, അതേ പ്രായത്തിലും അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായി ഒരു ബന്ധമുണ്ടായാൽ തീർച്ചയായും ആ കൂട്ടായ്മയുടെ ബലം ഒന്ന് വലുതായിരിക്കും. ഗർഭിണികളായ അമ്മമാർ പരസ്പരം സംസാരിക്കട്ടെ, ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർ സംസാരിക്കട്ടെ, പ്രായമുള്ള അമ്മമാർ പരസ്പരം സംസാരിക്കട്ടെ. ഒരേ തൂവൽ പക്ഷികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളുമായി ഏകദേശ സാമ്യമുള്ള ആ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അതിൽ നിന്ന് ആശ്വാസം ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനും സഹായകരമാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുകയും ചെയ്താൽ തീർച്ചയായും ഞങ്ങൾക്കത് പ്രയോജനകരമായിരിക്കും, പ്രോത്സാഹനജനകമായിരിക്കും എന്ന് കൂടെ അറിയിച്ചുകൊണ്ട്